ആപ്പിളിന്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ് സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്ല, ഊബർ തുടങ്ങി ഒരുപാട് കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇത് കൂടുതലും സംഭവിക്കാറ് പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുത്തതിന് ശേഷം ബോർഡിലെ ഡിസിഷൻ മേക്കിംഗിൽ പവർ നഷ്ടപ്പെടുക, കൺട്രോളിംഗ് പവർ നഷ്ടപ്പെടുക, ഈ സാഹചര്യങ്ങളിലാണ് ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാവാറ്. ഈ ഇൻവെസ്റ്റേഴ്സ് വന്നതിന് ശേഷം ഈ ഫൗണ്ടറുടെ റോള് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറ്. ഇതുകൊണ്ടാണ് പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സുകളും ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ പേടിക്കുന്നതും സ്വന്തം റോള് നഷ്ടപ്പെടുന്നുള്ള ഭയം കൊണ്ടാണ്. ഇഷ്യൂ ട്രിഗർ ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാവുമെങ്കിലും ബോർഡിൽ കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ ബോർഡ് റൂൾ ഇല്ലാതിരിക്കുക, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ, ഇതൊക്കെയാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കാറ്. ഈ സിറ്റുവേഷൻ ഒക്കെ ഓവർകം ചെയ്യാൻ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യാം, ഡിഫറെന്റ് ക്ലാസുകളിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം, ടേം ഷീറ്റ് നെഗോഷിയേറ്റ് ചെയ്യാം, മൈനോറിറ്റി പ്രൊട്ടക്ഷൻസ് കൊണ്ടുവരാം. ഇതൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുണ്ടാവുക. നമുക്കൊരു ഇൻവെസ്റ്റർ വേണം നമ്മൾ മനസ്സിൽ തോന്നുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാം.